السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر. ആദരവ് നിറഞ്ഞ ബഹുമാന്യരായ ഉദ്ഘാടകരെ, പ്രിയങ്കരരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, ഈ പരിസര പ്രദേശത്തു നിന്നൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെ, യാത്രക്കാരെ, മതം ഗുണകാംക്ഷയാണ് എന്ന ഏറെ ശ്രദ്ധേയമായ ഒരു തലക്കെട്ടിൽ സംസ്ഥാനത്തുടനീളവും അല്ലാതെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ മനസ്സുള്ള ഈ മനുഷ്യര് ജീവിക്കുന്നിടത്തൊക്കെ ഇതുപോലെ ചെറുതായാലും വലുതായാലും ഇൽമിയായ, ദീനിയായ, പരലോകം മാത്രം ലക്ഷ്യം വെച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഈ തൃശൂർ ജില്ലയുടെ ജില്ലാ ദഅവാ സമ്മേളനം ഏറ്റവും മർമ്മമായ ഈ ചാവക്കാടിന്റെ മണ്ണിൽ അരങ്ങേറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗരാജ്യത്തിന് അർഹമാകുന്ന ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്നത് കബൂലാക്കി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിദ്യാർത്ഥിമാനം, ധാർമ്മികതയുടെ വിദ്യാർത്ഥിമാനം എന്ന ഒരു വിഷയം സത്യത്തിൽ ഈ സംസാരത്തിന് എന്നെ വിഷമിപ്പിക്കുന്നൊരു വിഷയം എന്റെ മുന്നിൽ വിദ്യാർത്ഥികൾ കുറവാണ് എന്നത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ബന്ധപ്പെട്ട രക്ഷിതാക്കൾ ഉണ്ടെന്നതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളിക്കാം അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ എന്ന് ഓർമ്മപ്പെടുത്തുക. കൗമാര സ്വഭാവങ്ങൾ, സത്യത്തിൽ ഈ ചർച്ചയിൽ ഞാൻ കാര്യമായി ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ്. വിദ്യാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രായം, വളരെ ഹൃദ്യമായൊരു പ്രായം, അതാണ് ശരിക്കും അഡോളസൻസ്, ടീനേജ്, കൗമാരം എന്നൊക്കെ പറയുന്ന ഒരു പ്രായം. നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞ തെറിച്ച പ്രായം എന്ന് പറയും. ക്ഷമിക്കുക, ആ പ്രായക്കാരെന്നോട് ക്ഷമിക്കുക, ആ പദം ഞാൻ ഉപയോഗിച്ചത്. കൗമാരം എന്ന് പറഞ്ഞാൽ അത് സാധാരണ പറയാ, ഇതാ ഒരു ചെറിയ കാറ്റിങ്ങനെ വീശുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാറ്റല്ല, കാറ്റും കൂളും നിറഞ്ഞ
ഒരു വല്ലാത്ത പീരീഡായിട്ടാണ് ആ കാലഘട്ടത്തെ ചിത്രീകരിക്കാറുള്ളത്. പക്വതയെത്താത്തൊരു പ്രായം, മാനസിക പിരിമുറുക്കങ്ങളുടെ ആധിക്യമുള്ളൊരു കാലഘട്ടം, ഞാൻ ആരാണെന്നറിയാത്ത അനിശ്ചിതത്വം, എന്റെ ജീവിതത്തെപ്പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാട് സ്വയം ഉരുത്തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കാലഘട്ടം, ഒരു ജീവിതം. ഞാൻ ആരാണെന്നത് ടോട്ടൽ കൺഫ്യൂസ്ഡാണ്, വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. ഞാൻ ആരാ? ഏറ്റവും കൂടുതൽ സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയാത്തൊരു പ്രായം. മുതിർന്നവനാണ്, എന്നാൽ മുതിർന്നവരുടെ പരിഗണനയോ പക്വതയോ അയാൾക്കുണ്ടോ? ഇല്ല. എന്നാൽ കുട്ടികളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? അതുമില്ല. തമാശയായി ആ പ്രായക്കാരെ പറ്റി പണ്ട് പറഞ്ഞൊരു കഥ ആമുഖമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കാം. ഒരിക്കലും അമ്മാവനും മോനും അമ്മാവന്റെ വളരെ ബന്ധപ്പെട്ടൊരു വീട്ടിലേക്ക് അമ്മാവനും മരുമകനും കൂടി പോവാണ്. അമ്മാവന്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, മക്കളുണ്ട്, കൂടെ പെങ്ങളുടെ മോനെ കൂട്ടാണ്. പെങ്ങളുടെ മോൻ കൗമാരക്കാരനാണ്. അങ്ങനെ കടന്നുപോയി. ആ വീട്ടിൽ ചെന്ന് വിരുന്നിങ്ങനെ ഇടക്കിനിടയിൽ കുട്ടിയെ കുറച്ചു കഴിഞ്ഞപ്പോ അമ്മാവൻ നോക്കുമ്പോ മോനെ കാണല്ല. അപ്പൊ മോനെ അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ കുറെ തെങ്ങും കവുങ്ങൊക്കെ ഉള്ള ഒരു പ്രദേശത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ മക്കളെ കൂടെ മടക്കനത്തണ്ട് കയ്യില് ഒരു ക്രിക്കറ്റ് ബോളുമായിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അല്ല, അമ്മാവൻ കുറച്ച് ശാസിച്ചിട്ടും ഗൗരവത്തിൽ പറഞ്ഞു, ഇങ്ങനെ വേണം, വേഗം വരാൻ പറഞ്ഞു. വേഗം വന്നു. എന്നിട്ട് പറഞ്ഞു, ചെന്ന് അളന്നൊക്കെ എന്റെ വലിപ്പത്ര ഉണ്ടെന്ന്. ഇത്ര പോരൂലേജ്, വലിയ മനുഷ്യനായില്ലേജ്, കുട്ടികളൊപ്പം കളിക്കാൻ നിൽക്കണം എന്നൊക്കെ ശാസിച്ച് കൂടെ ഇരുത്തി. അപ്പൊ ഞാൻ വലിയ ആളായി, കുട്ടികളെ കൂടെ കളിക്കാൻ പറ്റൂല എന്നൊക്കെ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോ കാലിന്റെ മുകളിൽ കാലിട്ടിച്ച്. എന്നിട്ട് ഈ വലിയ ആളാണ്, കുട്ടികളെ കൂടെ ഒന്നും കളിക്കരുത് എന്നൊക്കെ അമ്മാവൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. കുറച്ച് കഴിഞ്ഞിങ്ങനെ എന്തോ സംസാരത്തിനൊക്കെ അമ്മാവന്റെ മോള് ഇവന്റെ മച്ചുണിച്ചി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, രണ്ട് കുട്ടികളെ കൂടെ അങ്ങനെ ഇറങ്ങി അവിടെ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുമ്പോ മോൻ പറഞ്ഞു, അമ്മാവോ ഇതേണ്ടല്ലേ അവള് വളർന്നല്ല, കെട്ടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഒക്കെ മനസ്സിലായല്ലോ എന്ന് എനിക്കറിയില്ല. ആ ഒരു പ്രായത്തിന്റെ ഇരട്ടത്വമാണ് മുഖം. ഒരേ സമയത്ത് മുതിർന്നവനാണോ? അല്ല. അതേ സമയത്ത് കുട്ടിയാണോ? അതുമല്ല. ഒരു വല്ലാത്ത പ്രായമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എന്റെ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും വേദന തോന്നുന്ന ഒരു പ്രായമാണ് ശരിക്കും കൗമാരം എന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥികളുടെ പ്രായം. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ പ്രാർത്ഥനയും എല്ലാ സ്നേഹവും അവരുടെ കൂടെ ഉണ്ടെന്ന് വിദ്യാർത്ഥികളോടായി ഞാൻ അറിയിക്കുക. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കണേ, നിങ്ങള് പരസ്പര വിരുദ്ധമായൊരു പെരുമാറ്റത്തിന്റെ കാലഘട്ടം കൂടിയത്, മാതാപിതാക്കളിൽ നിന്ന് ഏറ്റവും അകൽച്ച കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഉമ്മയും ഉപ്പയെ ഏറ്റവും കൂടുതൽ അകറ്റുന്ന ഒരു കാലഘട്ടം. ഒരു കുട്ടിയെ പോലെ അരികിലിരുത്തി എന്താ പറയാ അംഗീകരിക്കാനോ പരിഗണിക്കാനോ മാതാപിതാക്കൾ തയ്യാറാകാത്ത, എന്നാൽ ഒരു മുതിർന്നവന്റെ പക്വതയും പ്രാഗതയും ഒക്കെ നൽകി കാര്യങ്ങളെ, വീടിന്റെ കാര്യങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രായവും എത്താത്ത ഒരു വല്ലാത്ത സമയം. അതുകൊണ്ട് തന്നെ അകറ്റലും ചീത്ത പറച്ചിലും ഒക്കെ കൂടുന്നൊരു സമയമാണ്. ഇനി അതിനപ്പുറം മനസ്സിലാക്കേണ്ടത്, എന്ത് പറഞ്ഞാലും എല്ലാറ്റിനെയും എതിർക്കാനുള്ളൊരു ടെൻഡൻസി, ഒരു സ്വഭാവം ആ പ്രായത്തിൽ ഏറ്റവും ഉണ്ടാവും. എന്ത് പറഞ്ഞാലും ഒരു ഓപ്പോസിറ്റ് മൈൻഡ് ഉണ്ടാവും. അതെന്താ അങ്ങനെ ആയ എന്താ പ്രശ്നം? ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ഉടനെ എടുത്ത് ചാടി പറയാം, അതെന്താ അങ്ങനെ എന്താ പ്രശ്നം? എന്നോടല്ലല്ലോ, അവനും ഇല്ല ഇവിടെ, എന്നോട് മാത്രം പറയാൻ നിൽക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം ഓപ്പോസിറ്റ്. അങ്ങനത്തെ ഒരു പ്രായം. ഒറ്റപ്പെട്ട് നിൽക്കാനുള്ള താല്പര്യം കുട്ടികളിൽ കൂടും. ഒറ്റപ്പെടാനുള്ള, ആരുടെയും കൂടെ, അതൊരു വശം എങ്ങനെ ഉണ്ടെങ്കിലും, ഗ്രൂപ്പ് സ്വഭാവങ്ങളൊരു വശത്തുണ്ടെങ്കിലും പൊതുവെ വീടിനകത്ത് ഒരു ഏകതാ സ്വഭാവം, അത് ആൺകുട്ടികളിലും ഉണ്ടാവും പെൺകുട്ടികളിലും ഉണ്ടാവും. ഒരു അന്യതാബോധം ഉണ്ടാവും. എല്ലാവരും ഉണ്ടെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയെ ഞാൻ ഒറ്റയ്ക്ക്, എന്റെ വാപ്പ എന്നെ പരിഗണിക്കുന്നില്ല, ഉമ്മ എന്നെ പരിഗണിക്കുന്നില്ല, ആർക്കും എന്നോട് വലിയൊരു പ്രതിബദ്ധതയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്റേതായ ലോകത്ത് എന്ന് തോന്നുന്നൊരു അന്യതാബോധം ഏറെ അപകടകരം. സെക്സ്വൽ ഫീലിങ്സിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് സെക്സ്വൽ ഫീലിങ്സ്. ഇത് വിശദീകരിച്ചാൽ, എങ്ങനെയൊക്കെ വിശദീകരിച്ചാൽ നിങ്ങൾ മാനസികമായി ശബ്ദം കേൾക്കുന്നവരുടെ മനസ്സിനകത്ത് വേദന തോന്നൂല്ലെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, നിരാശയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണും. എന്തുമായും താരതമ്യപ്പെടുത്തുന്ന ഒരു ചിന്തയുടെ കാലഘട്ടം.
എന്ത് പറഞ്ഞാലും ഒരു താരതമ്യ ചിന്ത ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ, അങ്ങനെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെയാവൂലേ എന്നൊക്കെ ചോദിക്കുന്ന ഉദാഹരണങ്ങൾ വിശദീകരിക്കാൻ മാത്രം അധികമായതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. സ്വന്തത്തോട് അമിതമായി സ്നേഹം തോന്നുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ലോകത്തെ എല്ലാറ്റിനേക്കാളും, വാപ്പയെക്കാളും ഉമ്മയെക്കാളും അവനവനോട് ഇഷ്ടം തോന്നുന്ന ഒരു കാലഘട്ടം. അവനവന്റെ ശരീരത്തെ, അവനവന്റെ വസ്ത്രത്തെ, അവനവന്റെ മുടിയിഴകളെ, അവനവന്റെ മുഖത്തെ, കണ്ണിനെ, മൂക്കിനെ, നാക്കിനെ, ചെവിയെ, രോമങ്ങളെ വരെ താലോലിക്കുന്ന, തലോടുന്ന, ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഏറ്റവും കൂടുതൽ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം. ഒരു വല്ലാത്ത കാലഘട്ടം, ഒരു പരീക്ഷണ കാലഘട്ടം കൂടി. അതുകൊണ്ട് തന്നെ നന്മതിന്മകൾ വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു വല്ലാത്ത സാഹചര്യം. ഇവിടെ ശരീരത്തിന്റെ ബയോളജിക്കലായി വലിയ മാറ്റം വരികയാണ്. ഒരു കുട്ടിക്കാലത്ത് നിന്ന് പെട്ടെന്ന് മാറണം. ശബ്ദത്തിൽ വലിയ ആൾ ഒച്ച വരികയാണ്, എന്നാ വലിയ ആളായോ ഇല്ല. ശബ്ദത്തിൽ വലിയ ആളുടെ ഒരു പരുഷത വരികയാണ്, എന്നാ വലിയ ആളായോ ഇല്ല. ശാരീരികമായൊരു മാറ്റം ആൺകുട്ടിയിലും പെൺകുട്ടിയിലും. ഹൈപ്പർ സെക്സ്വാലിറ്റി, ഞാനതിനെ എങ്ങനെ വിശദീകരിക്കുക, നിങ്ങൾക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എനിക്കറിയില്ല. ഒരു പൊതു സമൂഹത്തിന്റെ മുന്നിലാണ് സംസാരം എന്നതുകൊണ്ട് ആ വാചകത്വങ്ങൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി. നഗ്നചിത്രങ്ങളുടെ ആസ്വാദനം. എവിടെയെങ്കിലും ഒരു മാസികക്കകത്ത്, ഒരു ചിത്രത്തിനകത്ത് എവിടെയെങ്കിലും നഗ്നതയുമായി തന്റെ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളുടെ നഗ്നത കണ്ടാൽ അതിലേക്ക് നോക്കണമെന്ന് തോന്നുന്ന, ആസ്വദിക്കണമെന്ന് തോന്നുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. പെരുമാറ്റത്തിൽ വൈകല്യം, പഠനത്തിൽ വൈകല്യം, ഭക്ഷണത്തോട് അമിതമായ ആർത്തി. നിങ്ങൾ കണ്ടല്ലേ, സ്കൂൾ വിട്ടാൽ നമ്മുടെയൊക്കെ പരിസരത്തുള്ള ബേക്കറിയിൽ, സ്നാക്സിന്റെ കടയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക കൗമാരക്കാരാ. ഷവർമ്മയുടെ ലോകത്ത്, ബ്രോസ്റ്റഡ് ചിക്കന്റെ ലോകത്ത് നമ്മൾ കാണുന്ന വ്യത്യസ്തമായ സ്നാക്സുകളൊക്കെ കഴിക്കുന്നതിൽ ഏറ്റവും മുമ്പന്മാരാരാ, ഏറ്റവും മുന്നിലാരാ? ഈ അഡോളസൻസുകാരാ, ടീനേജുകാരാ, കൗമാരക്കാരാ. എന്തുകൊണ്ടത്? ഭക്ഷണത്തോട് ഏറ്റവും ആർത്തി തോന്നുന്ന ഒരു പ്രായമായിട്ടാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ലോകത്ത് അവരെ വിശദീകരിക്കുന്നത്. ചിലർക്കൊക്കെ വിരക്തി തോന്നുന്ന സാഹചര്യം ഉണ്ടാവും. വിരക്തി അധികം ഉണ്ടാകുക, ഭക്ഷണത്തിൽ വിരക്തി അധികം ഉണ്ടാകുക പെൺകുട്ടികൾക്കാണ്. അതിന്റെ റീസൺ എന്താന്നുള്ളത് ഞാൻ ഈ ഒരു സദസ്സിൽ പറയണില്ല. അത് നിങ്ങൾ ഏകദേശം ഒന്ന് ഊഹിച്ച് മനസ്സിലാക്കിയാൽ മതി. വിരക്തി ചിലർക്കൊക്കെ തോന്നാം, പക്ഷെ ഭൂരിപക്ഷത്തിന് ആർത്തി തോന്നുന്ന സംഭവം. ശരി, സമൂഹത്തിൽ നിന്ന് പലപ്പോഴും ഇവരോട്, ഈ വിദ്യാർത്ഥികളോട്, ഈ അഡോളസൻസിനോട്, ടീനേജുകാരോട്, കൗമാരക്കാരോട് ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ്. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ പരിശോധിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുടിയനാകുന്നതിന്റെ പുറകിൽ, 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയിൽ കുടി വരുന്നതിന്റെ പുറകിൽ, വലി വരുന്നതിന്റെ പുറകിൽ ലഹരിയുടെ ഉപയോഗത്തിന്റെ വല്ലാത്തൊരു ഉയർച്ച, വല്ലാത്തൊരു എന്താ പറയാ, ഒരു നാശം, ഒരു അധപ്പതനം, അതിന്റെ ഗ്രാഫിന്റെ വളർച്ച, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സമൂഹത്തിന് ഇവരോടുള്ള പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ്. വല്ലാത്തൊരു സമ്മർദ്ദം അവരിലുണ്ടാവും. ആ സമ്മർദ്ദം അധികം ഉണ്ടാകുക വീട്ടിൽ നിന്നാണ്. രണ്ടാമത്തത് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന്. ഒരു വിദ്യാർത്ഥി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അവനവന്റെ വീട്ടിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നാണ്. രണ്ടാമത്തവന്റെ ശല്യം ശത്രു എന്ന് തന്നെ പറയാം, ശത്രു എന്ന് തന്നെ പറയാം, അധ്യാപകരാണ്. പിന്നെ നമ്മൾ വ്യത്യസ്തമായ ട്യൂഷൻ സെന്ററുകളും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ അതിൽ വരാം. ഇരിക്കട്ടെ, ഈ പിരിമുറുക്കം ഒഴിവാക്കാനാണ് പലപ്പോഴും ലഹരിയുടെ ലോകത്തേക്ക് ഉമ്മത്ത് മുസ്ലിമയിലെ, അത് പാടില്ലെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായ വൃന്ദം വരെ കുടിയന്മാരായി, ലഹരിയുടെ ആളുകളായി, പച്ചത്തമ്മാടികളായി ലോകത്തും രക്ഷിതാക്കൾക്ക്, ഉമ്മത്ത് മുസ്ലിമക്ക് അപമാനത്തിന്റെ വിഷവിത്തുകൾ പാകി അവര് ജീവിക്കുന്നത്. എന്തുകൊണ്ടത്? സമൂഹത്തിന് അവിടെയുള്ള ഈ നെഗറ്റീവ് അപ്രോച്ച്. ഏറ്റവും ഇൻട്രസ്റ്റ് എന്തിനാണ്? പണത്തോട് താല്പര്യം, വാഹനത്തോട്, വിശേഷിയ ബൈക്ക് താല്പര്യം, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഏറെ വിലപ്പെട്ടതായി കാണുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടാകുന്ന കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ. നിങ്ങൾ ആലോചിക്കും, ഈ സദസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നോക്കും, ഏറ്റവും കൂടുതൽ അയാളുടെ ജീവിതത്തിലെ സൗഹൃദം അനുഭവിച്ചു വന്ന യുവാക്കളായ, വാർദ്ധക്യത്തിലേക്ക് എത്തിയ നമ്മുടെയൊക്കെ ലൈഫ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സൗഹൃദത്തിന് ഇപ്പൊ എത്ര ഉണ്ടാവും? അന്ന് നമ്മളെ കൂടെ പഠിച്ച, തെരുവിൽ കണ്ട, തിയേറ്ററിൽ കണ്ട, അങ്ങാടിയിൽ കണ്ട, ടിവിയുടെ മുമ്പിൽ കണ്ട, ക്ലാസ് റൂമിൽ കണ്ട, അന്തരീക്ഷത്തിന്റെ വ്യത്യസ്തമായ, സമൂഹത്തിലെ വ്യത്യസ്തമായ ലോകത്ത് കണ്ട, വരാന്തകളിൽ കണ്ട, അല്ലേ, ബാത്റൂമിന്റെ ഓരത്ത് വരെ കണ്ടുപോയി, പരിചയപ്പെട്ടുപോയി, ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ടുപോയി ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നെവിടെ അറിയില്ല. ഇന്ന് എണ്ണം കുറഞ്ഞു വന്നു. ഏറ്റവും കൂടുതൽ സൗഹൃദം
ഏറ്റവും കൂടുതൽ സൗഹൃദം. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ ഈ പണത്തോടുള്ള താല്പര്യത്തെ, വാഹനത്തോടുള്ള താല്പര്യത്തെ, സൗഹൃദത്തോടുള്ള താല്പര്യത്തെ നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട പല രക്ഷിതാക്കളെ ഇതിനെ ചിലർ മിസ്യൂസ് ചെയ്യുന്നു. വല്ലാത്ത മിസ്യൂസ്. ഒരു കാരിയറായി ചൂഷകർ ഇവരെ ഉപയോഗിക്കും. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. ഈ പണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഏത് കോലത്തിൽ ആളുകൾ ഉപയോഗിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതികളുണ്ട്. നിലവിലെ ആധുനിക ക്യാമ്പസ് സർവേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനറിയോ? പണത്തിന് വേണ്ടി, ഉടയാടകൾക്ക് വേണ്ടി, ആഭരണങ്ങൾക്ക് വേണ്ടി വരെ അവധി ദിവസങ്ങളിൽ, വെക്കേഷൻ കാലയളവുകളിൽ അന്യരോടൊപ്പം, ഒരുപക്ഷെ ക്ലാസ്സിലെ മേറ്റ്സാവാം, ആരുമാകാം, അന്യരോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ടൂറ് പോയി ഇതൊക്കെ സമ്പാദിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കേരളത്തിന്റെ കലാശാലകളിൽ, കലാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്നെന്ന് ഞെട്ടിപ്പിക്കുന്ന ക്യാമ്പസ് സർവേ. നിങ്ങൾ ആലോചിക്കേണ്ട ഗൗരവമുള്ള വിഷയം. ഇതൊരു പ്രാഥമിക ചിത്രമാണ് നമ്മുടെ വിദ്യാർത്ഥികളുടേത്. ഇതിൽ നിന്നൊരല്പം ഉയർന്ന ചിത്രമാണ് വിദ്യാർത്ഥി യുവജന സമ്മേളനമായതുകൊണ്ട് യുവാക്കളുടേതും. ഇതിൽ നിന്ന് ഒന്നും കൂടി പക്വതെത്തിയത്, എല്ലാറ്റിലും പക്വതെത്തിയത്. വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലെ മദ്യപാനശീലം അതൊരു രസമാണെങ്കിൽ, അതൊരു തൊട്ടുകൂട്ടലാണെങ്കിൽ, ഒരച്ചാറ് നാവിന് തൊട്ടുകൂട്ടുന്നതിന്റെ ഒരു ലഹരിയോ പ്രതീതിയോ ആണെങ്കിൽ, എന്തിനും പോന്ന ഒരു മുഴുക്കുടിയന്റെ പശ്ചാത്തലത്തിലേക്ക് യുവത്വത്തിന് അയാൾ മാറണം. എന്തിനും പോന്ന ഒരു പച്ചത്തമ്മാടിയുടെ ജീവിതത്തിന്റെ താളക്രമങ്ങളിലേക്ക്, യുവത്വത്തിലേക്ക് അയാൾ മാറി വരണം. എല്ലാ അർത്ഥത്തിലും പക്വതെത്തിയൊരു പ്രായം. ഞാനതിനെ പ്രത്യേകം ഇവിടെ എടുത്തു പറയണില്ല. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. രക്ഷിതാക്കളെ, ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ നമ്മൾ അറിയേണ്ടുന്നൊരു സംഗതി, നമ്മുടെയൊക്കെ ജീവിതം തിരക്കുള്ളതായതിൽ നമ്മുടേതായ ആവശ്യങ്ങൾ വരെ നമ്മൾ മാറ്റിവെച്ചതിൽ നമുക്കുള്ള ഏക സന്തോഷം, ഏക ആഹ്ലാദം, ഏക ആനന്ദം, ഏക ആശ്വാസം, മനസ്സമാധാനം, പടച്ചവനെ എന്റെ ജീവിതത്തിന്റെ തിരക്ക് എന്റെ മക്കൾക്ക് വേണ്ടിയായല്ലോ റബ്ബേ, എന്റെ ജീവിതത്തിലെ എല്ലാ നെട്ടോട്ടങ്ങളും എന്റെ മക്കൾക്ക് വേണ്ടിയായല്ലോ റബ്ബേ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ തിരക്കിനെ, ഈ പ്രയാസത്തെ, ഈ പെടാപാടലുകളെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. പക്ഷേ ഗൗരവത്തോടുകൂടി വേണം നമ്മളെ സമയത്ത് കാണാൻ. നിങ്ങളല്ലേ ചോക്കി, നമ്മുടെ മക്കൾ ആരാകണം? ഞാൻ എന്റെ മുന്നിൽ രക്ഷിതാക്കളും കൂടി ഉള്ളതുകൊണ്ട് ഓലെ കൂടി പരിഗണിക്കാം. രക്ഷിതാക്കളെ, ഈ ശബ്ദം കേൾക്കുന്നത് യാത്രക്കാരായ ആരായാലും ശരി, ഈ പരിസരത്ത് പ്രദേശങ്ങളിൽ ശവിക്കുന്ന ആരായാലും ശരി, നമ്മുടെ മക്കൾ ആരാകണം? മക്കളുള്ളവരുടെയൊക്കെ ചിന്തയാണ് നമ്മുടെ മക്കളാകാൻ ആരാകണം. പല ഉത്തരങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളാണ്. ഇന്നെങ്ങനെ അറിയോ? ഉത്തരങ്ങളിൽ വല്ലാത്തൊരു ഉത്തരം എന്താ വെച്ചാല്, ആരുമായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, എന്റെ കുഞ്ഞ് ആരായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ശാപമാകരുത്, പച്ചത്തമ്മാടിയാകരുത്, ഉപദ്രവകാരിയാകരുത്, സമൂഹത്തിന് ഗുണം കിട്ടാത്തവനാകരുത് എന്നാണ് ഇന്ന് ചില രക്ഷിതാക്കൾ പരസ്യമായി ചില മീറ്റിങ്ങുകളൊക്കെ വിശദീകരിക്കണം. എന്റെ കുട്ടി ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, എഞ്ചിനീയർ ആയാലും കുഴപ്പമില്ല, ഒന്നായാലും കുഴപ്പമില്ല, ഒരു വൃത്തികെട്ട സാമൂഹ്യ ദ്രോഹിയാകാൻ ഞാൻ മതി എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് ആധുനിക രക്ഷിതാക്കൾ. നമ്മുടെ നല്ലോണം ആലോചിക്കണം, തലമുറയുടെ ആധുനിക തലമുറ രക്ഷിതാക്കൾ. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ വിശദീകരണ ഈ വിഷയത്തിൽ പറയാം. ലോകത്ത്, ഈ ഭൂമിയിൽ പെറ്റു വീഴുന്ന ഒരൊറ്റ കുഞ്ഞും മദ്യപാനിയായി പിറന്നു വീഴുന്നില്ല, വ്യഭിചാരിയായി പിറന്നു വീഴുന്നില്ല, മോഷ്ടാവായി പിറന്നു വീഴുന്നില്ല, തമ്മാടിയായി പിറന്നു വീഴുന്നില്ല, കൊലപാതകയായി പിറന്നു വീഴുന്നില്ല, ഗുണ്ടയോ കൊട്ടേഷൻ ടീമിന്റെ ആളോ ആയി പിറന്നു വീഴുന്നില്ല, സ്ത്രീ പീഡകനോ സ്ത്രീ കച്ചവടക്കാരനോ പച്ചത്തമ്മാടിയോ ആയി ഒരിക്കലും ഒരു കുഞ്ഞും ലോകത്ത് പിറന്നു വീഴുന്നില്ല. പിന്നെ എങ്ങനെയാ ജനിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, ഹബീബുന ശഫീഉന സയ്യിദുന റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ലോകത്ത് ജനിക്കുന്ന ഏതേത് കുഞ്ഞും, ലോകത്ത് ജനിച്ച ഏതേത് കുഞ്ഞും എങ്ങനെ ജനിക്കണത്? ശുദ്ധ ഫിത്രത്തിലാണ്, നിഷ്കളങ്കരായാണ്, മുസ്ലിമായാണ്, നല്ലവനായാണ് ലോകത്ത് ജനിക്കുന്നത്. പിന്നെ എപ്പോഴാ നമ്മുടെ കുഞ്ഞിൽ അധാർമികത കടന്നു വന്നത്?
പിന്നെ എപ്പോഴാ നമ്മുടെ കുഞ്ഞ് കള്ളുകൂടിയനായത്? പിന്നെ എപ്പോഴാ നമ്മുടെ കുഞ്ഞ് തെമ്മാടിയായത്? പിന്നെ എപ്പോഴാ നമ്മുടെ കുഞ്ഞ് സ്ത്രീപീഡകനായത്? പിന്നെ എപ്പോഴാ നമ്മുടെ കുഞ്ഞ് സ്വന്തം അധ്യാപികയുടെ നഗ്നചിത്രങ്ങൾ ഫോട്ടോ പകർത്തിയിട്ട് നെറ്റിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന തനി തെമ്മാടിയായത്? പിന്നെ എപ്പോഴാണ് സ്വന്തം മാതാവിനെ ധിക്കരിക്കുന്നവനായത്? പിന്നെ എപ്പോഴാണ് സ്വന്തം പിതാവിന്റെ തന്തയെന്ന് അയാൾ പറയാം, സ്വന്തം പിതാവിന്റെ തല തല്ലി പൊളിക്കുന്നവനായത്? പിന്നീട് എപ്പോഴാണ് കൂടെ പിറക്കുന്നവന്റെ കൂടെ പിറന്ന സഹോദരന്റെ അടിവയറ്റ് നോക്കി പിച്ചാത്തി കയറ്റിയവനായത്? നോക്കണങ്ങൾ എക്സെട്ര എക്സെട്ര. ഏതേത് തിന്മയും ലോകത്ത് ഹിറ്റ്ലർ ജനിച്ചപ്പോ, മുസോളിനി ജനിച്ചപ്പോ, ലോകത്തെ സർവ്വ തെമ്മാടികളും ജനിച്ചപ്പോ അവര് തെമ്മാടികളായല്ല ജനിച്ചത്, നല്ലവരായ. ഹിറ്റ്ലർ വരെ ജനിച്ചത് നല്ലവനായ. ഹിറ്റ്ലറിനെ ഹിറ്റ്ലറാക്കിയത്, ഹിറ്റ്ലറുടെ ജീവചരിത്രം പറയുന്നു, അദ്ദേഹത്തിന്റെ രണ്ടാനമ്മ 6 വയസ്സ് വരെ ശുദ്ധനായ പച്ച മനുഷ്യൻ, പാവം, ഒരാളോടും സംസാരിക്കാത്ത, ഒരാളോടും കച്ചറ കാണിക്കാത്ത ഒരു സാധു മനുഷ്യൻ. അയാളെങ്ങനെ ലോകത്തറിയപ്പെടുന്ന ആധുനിക നൂറ്റാണ്ടുകളുടെ സർവ്വതമ്മാടികളിൽ ഒന്നാമനായി? എങ്ങനെ ഒന്നാമനായി? നിങ്ങൾ ആലോചിച്ചു. നിഷ്കളങ്കതയിൽ നിന്ന് കപടതയിലേക്കുള്ള ഓരോരോ ഘട്ടങ്ങൾ. രക്ഷിതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഏൽപ്പിക്കുമ്പോ മക്കള് വിശുദ്ധരാ. എന്റെ ഭാര്യയുടെ ഉദരത്തിൽ 9 ചില്ലാനും മാസം പറന്ന് എന്റെ ഭാര്യയുടെ മാറിടത്തിൽ നിന്ന് 2 വർഷത്തോളം മുല കുടിച്ച് എന്റെ കുഞ്ഞ്, എന്റെ നിഷ്കളങ്കനായ എന്റെ കുഞ്ഞ്, നല്ലവരായ എന്റെ കുഞ്ഞ്, എന്റെ കണ്ണിന്റെ കുളിർമയായ എന്റെ കുഞ്ഞ്, അതങ്ങനെ വളർന്നു വന്നപ്പോ എന്റെ കുഞ്ഞ് നിഷ്കളങ്കനാണ്, വിശുദ്ധരാണ്. റബ്ബ് നമ്മെ ഏൽപ്പിച്ചപ്പോ വിശുദ്ധരാ. പക്ഷേ നമ്മൾ റബ്ബിന് തിരിച്ചേൽപ്പിക്കുമ്പോ, ക്ഷമിക്കണേ, റബ്ബ് നമ്മിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോ പലപ്പോഴും നിഷ്കളങ്കരായല്ല ഈ കുഞ്ഞ് റബ്ബിന്റെ അരികിലേക്ക് പോണത്, വെറുക്കപ്പെട്ടവരായാണ്, ശപിക്കപ്പെട്ടവരായാണ്, തനിത്തമ്മാടിയായാണ്. എന്തേ കാരണം? നമുക്ക് ബോധ്യമാകുന്നുണ്ട് നമ്മുടെ വളർത്തു ദോഷമാണെന്ന്. അവർക്ക് ആവശ്യമുള്ളത് എന്താ, മക്കൾക്ക് ആവശ്യമുള്ളത് എന്താ എന്ന് ശ്രദ്ധിക്കാതെയുള്ള പരിചരണം. മക്കള് പലപ്പോഴും വഴിതെറ്റിയതിൽ, അവര് സമൂഹത്തിനൊരു ശാപമായതിൽ നമ്മൾ ഗൗരവമായി കാണാതിരുന്ന പലതുമുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നില് ചില സംഗതികൾ അങ്ങനെ വായിച്ചു പോകാം. രക്ഷിതാക്കളെ, നമ്മളറിയാം, നമ്മുടെ മക്കൾക്ക് മാനസികമായ ആവശ്യങ്ങളുണ്ട്, ശാരീരികമായ ആവശ്യങ്ങളുണ്ട്. ഞാൻ ഈ പകർത്തിയത് എന്റെ വകയല്ല. ലോകത്ത് ഇന്ന് കിട്ടുന്ന മക്കളുമായി ബന്ധപ്പെട്ട സൈക്കോളജി ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ ഹൃദ്യമായി പ്രതിപാദിക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രധാനമായ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരുമ്പോ നമുക്കത് ബോധ്യമാകും. ഒരു ജനറൽ ചർച്ച, ഈ ശബ്ദം കേൾക്കുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ബോധ്യമാകാൻ വേണ്ടി മാനസിക ആവശ്യങ്ങൾ. നമ്മുടെ മക്കൾക്ക് മാനസിക ആവശ്യങ്ങളുണ്ട്. അതിലൊന്നാമത് സ്വാതന്ത്ര്യമാണ്, അംഗീകാരമാണ്, വിജയമാണ്, പദവിയാണ്. നോക്കണേ, അവരിൽ ഈ സമയത്തുണ്ടാകാവുന്ന ഒന്നാണ് പ്രേമജ്വരം, മാർഗഭ്രംശം. അതിൽ നിന്നൊക്കെ അവരെ പിന്മാറിക്കൊണ്ടുവരാൻ, അവരെ പുറകോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രദ്ധ, ഓവർ ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠ ഈ പ്രായത്തിലുണ്ടാവും. ആ ഉത്കണ്ഠയെ ലഘൂകരിച്ചു കൊടുക്കാനുള്ള ഒരു കാഴ്ചപ്പാട് രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കണം. നോക്കണം നിങ്ങള്. അതേപോലെ ഓർമ്മക്കുറവ്, മക്കളിൽ ഓർമ്മക്കുറവുണ്ടാകാം. അടുക്കും ചിട്ടയുണ്ടാവില്ല. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, അമിതമായ രക്ഷിതാക്കളുടെ നിയന്ത്രണം വരെ. അമിതമായ നിയന്ത്രണം, തീരെ ശ്രദ്ധിക്കാതിരിക്കലും പ്രശ്നമാണ്. അമിതമായി ശ്രദ്ധിക്കുന്നു, ഓവറായി, അങ്ങോട്ട് തിരിയാൻ പറ്റൂല, ഇങ്ങോട്ട് തിരിയാൻ പറ്റൂല. ചില പട്ടാളച്ചിട്ടയിൽ വളർത്താൻ നമ്മൾ പറയില്ലേ, കേഡർ സിസ്റ്റം, അതും ശരിയല്ല. ഇനിയോ ശ്രദ്ധിക്കേണ്ടുന്ന വേറെ കുറെ കാര്യങ്ങൾ. ഒന്ന്, ലക്ഷ്യബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ചില പ്രധാനരായ ചില ആളുകൾ പറഞ്ഞു വെച്ച ചില സംഗതികൾക്ക് പകർത്താം. ലക്ഷ്യബോധമുണ്ടാക്കാം. മക്കളെ അകറ്റുന്നതിന് പകരം അടുപ്പിക്കാൻ കഴിയണം. പലപ്പോഴും പറയാറുണ്ട്, തല്ലാനല്ല തലോടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഏറ്റവും പ്രധാനമായി നമ്മളിലേക്ക് അവരടുപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതി റിലീജിയസ് ക്യാമ്പുകളാണ്, മോറൽ ക്ലാസുകളാണ്, സ്റ്റഡി സംവിധാനങ്ങളാണ്. അതിനാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി CRE സംവിധാനിച്ചത്, ഇഖ്റ സംവിധാനിച്ച്, മോറൽ ക്ലാസുകൾ സംവിധാനിച്ചത്. അതേപോലെ എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് ഈ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഹൃദ്യമായി ദീനിനെ മനസ്സിലാക്കാനാവുന്ന ആവശ്യമുള്ള